PR കമ്പനിക്ക് കൊടുത്ത പൈസ എത്രയാണെന്ന് പറയാൻ പറ്റും. ഇവരുടെ ഞാൻ ഇപ്പോൾ എന്താണ് കണക്ക് കണ്ടു. നമ്മുടെ കേരളത്തിൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി വന്നിട്ട് തന്നെയാണ് കേരളത്തിൻ്റെ പച്ചക്കറി വിപണി നടന്നു പോകുന്നത്. അപ്പോൾ ഇവർ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇവരുടെ PR കമ്പനി ആ പൊട്ടന്മാർ കേരളവുമായിട്ട് കുലബന്ധമില്ലാത്തവരാണ്. അവരുണ്ടാക്കി തീർക്കുന്ന നറേറ്റീവിനനുസരിച്ച് ഒരു മുഖ്യമന്ത്രി ഓടുകയാണ്. ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കൊന്നും ഒരു റോളും ഇല്ല. അതനുസരിച്ച് അവർ തീരുമാനിക്കും. അവർ എഴുതിയിരിക്കുകയാണ് സ്വയം പര്യാപ്തത. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത നേടി 100% വിപണനം നമുക്കുണ്ടാക്കി തന്ന കാർഷിക വകുപ്പ്, കൃഷി വകുപ്പിന് അഭിവാദ്യങ്ങൾ. എന്ത് നാണം കെട്ട വർത്തമാനമാണ്. 20 ലക്ഷം മെട്രിക് ടൺ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് ഈ കേരളത്തിലേക്ക് ഒഴുകുന്നു എന്ന കണക്ക് സർക്കാരിന്റെ കയ്യിലുള്ളപ്പോഴാണ് ഈ അഭ്യാസം. യഥാർത്ഥ PSC മെമ്പർമാരോട് ആരാ? ഒരു ശശീന്ദ്രൻ മന്ത്രി. കേരളം കയ്യടിക്കണം. അയാൾ തോറ്റു. അയാളെ തോൽക്കുക മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഇനി അയാൾ വരാൻ പാടില്ല. അയാളെപ്പോലെ ഒരു ദുരന്തം പിടിച്ച ഈ നാടിന് ഇത്ര ഒരു വിപത്തുണ്ടാക്കിയ ഒരു മന്ത്രിയുണ്ട്. എത്ര പേരുടെ വീട്ടിലാണ് അനാഥത്വത്തിലേക്ക് പോയത്. യഥാർത്ഥ PSC മെമ്പർമാരാരായിരുന്നു? ചക്കക്കൊമ്പൻ, അരിക്കൊമ്പൻ, വാഴക്കൊമ്പൻ, കാട്ടുപന്നി, പോത്ത്. ഇവരിങ്ങോട്ട് വരിക, കുത്തൊക്കില്ല. ഇപ്പം ഇയാൾ ഡിസ്കോ കളിക്കുകയല്ല എങ്കിൽ, ഒരു അമ്മ മരിച്ചപ്പോൾ ഇയാൾ കോഴിക്കോട് ഡിസ്കോ അടിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇയാൾ 10 ലക്ഷം രൂപയും ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊണ്ടുവരും. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചിട്ട് വേണം, ഒരു മൃഗം വന്ന് കുത്തിക്കൊന്ന് മരിച്ചിട്ട് വേണം ആ വീട്ടിലൊരു ജോലി കിട്ടണമെങ്കിൽ. PSC കുട്ടികൾക്ക് ജോലി കിട്ടണമെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലും ഒരു മൃഗത്തെ കൊണ്ടുവന്ന് കൊല്ലിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു മന്ത്രിയാണ് ശശീന്ദ്രൻ. ജനങ്ങളെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ പരിപൂർണമായി ആ കാര്യത്തിൽ ജനങ്ങൾ, മലയാളികൾ പ്രബുദ്ധത കാണിച്ചിരുന്നില്ല. വീണാ ജോർജ് 1-ാം നമ്പർ ആരോഗ്യം. എന്തുട്ട് 1-ാം നമ്പർ ആരോഗ്യം? കേരളത്തിൽ ഹൃദയാഘാതം വന്ന് മെഡിക്കൽ കോളേജിൽ പോയാൽ സ്റ്റെൻഡ് ഇല്ല. അവിടെ പാൽ ട്യൂബ് ഇടുന്നില്ല അവസ്ഥ. പട്ടി കടിച്ചപ്പോൾ ഒരു 4 മുഴ ചരടുമ്പോൾ കാലുമ്പോൾ കെട്ടിയിട്ട് പട്ടീനെ മരണോട്ട് മാറ്റാൻ പ്രാപ്തിയില്ലാത്തവരല്ലേ. ഈ പട്ടി കടിച്ചാൽ അവിടെ ഇതില്ല, മരുന്നില്ല മെഡിക്കൽ കോളേജുകളിൽ. ഇങ്ങനെ കാലത്തൊട്ട് വൈകുന്നേരം വരെ നുണ പറയുന്നൊരു മന്ത്രി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. അവരെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചു. അങ്ങനെ ഓരോരുത്തരെയും തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നത് മിടുക്ക് കാണിച്ചു. രാജീവ്, അദ്ദേഹം എറണാകുളം, അദ്ദേഹം പറഞ്ഞ നുണ എന്താ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് ഈ GSTൻ്റെ പുതിയ ശൈലി വന്നപ്പോൾ ബേക്കറികൾ, ചെറിയ സലൂണുകൾ ഒക്കെ GST നമ്പർ എടുക്കുകയും രജിസ്റ്റേർഡ് ആവുകയും ചെയ്തു പണ്ടത്തേക്കുള്ള. അങ്ങനെ നോക്കുമ്പോൾ കണക്കുകളിൽ കൂടുതൽ രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾ വന്നപ്പോൾ അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഡെവലപ്മെന്റ് ആണെന്ന് നുണ അവതരിപ്പിച്ചൊരു വ്യക്തി, മനോഹരമായ നുണ അവതരിപ്പിച്ചൊരു വ്യക്തി. ആരും മോശമല്ല. അപ്പൊ അവരൊക്കെ തെരഞ്ഞെടുത്ത് തോൽപ്പിച്ചതിന്റെ പാറ്റേൺ നോക്കുമ്പോഴും ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നുള്ള കാരണം. പക്ഷെ ജനങ്ങൾ ആ ബോധ്യം കൊണ്ടുപോയി കൊടുത്തത് എത്രത്തോളം ഗുണകരമാകുമെന്ന് നമുക്ക് ഇതാണ്. പിന്നലത്തെ ഒരു ചർച്ചയിൽ ഇടതുപക്ഷത്തിനൊരു കുഞ്ഞിക്കണ്ണൻ സഖാവ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പര കാരണം ഒരു ചുക്കും ചുണ്ണാമ്പ് മനസ്സിലാവില്ലല്ലോ സാധാരണക്കാരൻ. അത് തന്നെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹം മോശക്കാരനൊന്നല്ല, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമാണ് അത് പൊതുസമൂഹത്തിലൂടെ പറയുന്നത്. പക്ഷെ എല്ലാവരും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമുള്ളവരല്ല, എല്ലാവരും സഖാക്കന്മാരല്ല. അദ്ദേഹം പറയാണ് ബൂർഷ്വാ സമൂഹത്തിനെ കൃത്യമായിട്ടുള്ള സ്ഥാപനവൽക്കരണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ശക്തിയാണ് ഇവിടെ തോൽപ്പിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 35 അടുത്ത തവണ 3 ഒരു സംശയം വേണ്ട. കാരണം ഈ സ്ഥാപനവൽക്കരണവും ഈ ബൂർഷ്വാസി സമൂഹവും ഈ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞ് ആ കാലഘട്ടം കഴിഞ്ഞു. യൂത്തിന് അതൊന്നല്ല ആവശ്യം. അവരെന്താ നോക്കുക, എറണാകുളം യുവാക്കൾ വരുമ്പോൾ, മിടുക്കന്മാരും മിടുക്കികളും പഠിച്ചിറങ്ങി വരുമ്പോൾ ജോലിയില്ല. ഹബ് ഉണ്ട് അവിടെ, സെമി കണ്ടക്ടർ സിറ്റി ഉണ്ടോ, ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടോ? CPM പറഞ്ഞത് എന്താണ്? അവര് ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടിയത് കാണിച്ചു തരാൻ പറ്റുമെന്ന്. ഏതാ പൂട്ടാത്തത്? ഏത് പൊതുമേഖലാ സ്ഥാപനം അവർ പൂട്ടാത്തത്? ഏത് ഇൻഡസ്ട്രി അവർ പൂട്ടാത്തത്? വാതിൽ അടയ്ക്കാനല്ല മിടുക്കുണ്ടാവുന്നത്, വാതിൽ തുറക്കാനാണ് മിടുക്കുണ്ടാവുന്നത്. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയവും മുരളീധരൻ്റെ വിജയവും ഗോപകുമാറിൻ്റെ വിജയവും നമ്മൾ കൃത്യമായി കാണേണ്ടത്. വികസിത കേരളം പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വെച്ചത് ഞങ്ങൾ അടച്ചുപൂട്ടാൻ വരുന്നവരല്ല, തുറക്കാൻ വരുന്നവരാണ്. ആ തുറക്കുന്ന വഴി എന്ന് പറയപ്പെടുന്നത് യൂത്തിൻ്റെ വഴിയാണ്. അല്ലാണ്ട് എൻ്റെ തൃശ്ശൂരിലെ പിരിപ്പാക്ക സ്പിന്നിങ് മില്ല്, സീതാറാം മില്ല്, ലക്ഷ്മി മില്ല്, അങ്ങനെ എല്ലാ മില്ലുകളും പൂട്ടി, 15 മില്ല് ഒക്കെ പൂട്ടി. ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ കുരുത്തങ്കെട്ട നയം കാരണം പൂട്ടിപ്പോയി. അവരാരെങ്കിലും അതിന് ഊർജ്ജം കൊടുത്ത് തുറന്നു, ആർക്കെങ്കിലും 10 തൊഴിൽ കൊടുത്തു,
ഇവർ കൊടുക്കില്ല. ആ കൊടുക്കാൻ ഈ കോൺഗ്രസിന് സാധിക്കും. നമുക്ക് നോക്കാമല്ലോ, ഇപ്പോൾ 5 കൊല്ലം ഇരിക്കില്ല, 5 കൊല്ലം കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. KSRTC എത്ര പേർക്ക് എന്നാണ് KSRTC വനിതകൾക്ക് ഇവർ ഫ്രീ കൊടുത്തു തുടങ്ങും നമുക്ക് നോക്കാം. 21,000 ആശാവർക്കർക്ക് അടുത്ത മാസം ക്രെഡിറ്റ് ആവും. നമുക്ക് നോക്കാം. ക്രെഡിറ്റ് ആയെങ്കിൽ നല്ല കേട്ടോ, ഒരു സംശയം. ക്ഷേമ പെൻഷൻ 3000 രൂപയാണ്. പക്ഷെ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ശരിക്കേട് നേച്ചി വേണം പറയാം. ഒരു ക്ഷേമ പെൻഷൻ, ഞാൻ ആ പെൻഷനെ എതിർക്കുന്ന ഒരാളാണ്. ആ വയസ്സായ അമ്മമാർക്കും അച്ഛന്മാർക്കും കിട്ടുന്നതിന് എനിക്ക് വിരോധമില്ല, കാരണം അവർക്കാണ് കൊടുക്കണം, സംശയമല്ല. പക്ഷെ അതിലൊരു അഭിപ്രായം, നമ്മുടെ വളർന്നു വരുന്ന തലമുറ 3000 രൂപയ്ക്ക് ജീവിച്ചാൽ മതിയെന്ന് നിശ്ചയിക്കാൻ സർക്കാർ എന്താ? എൻ്റെ ക്ഷേമം 3000 രൂപയുടെ ക്ഷേമം നീ അനുഭവിച്ചാൽ മതി എന്ന് പറയാൻ AC കാരനും 40 പരിചാരകന്മാരും കൊണ്ടു നടക്കുന്ന മന്ത്രിക്ക് എന്താ അധികാരമാണ്? അത് സത്യമാണ്. വളർന്നു വരുന്ന തലമുറ 3 ലക്ഷം മാസം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്ത് പണിയെടുത്ത് നാടിനെയും നിന്നെയും രക്ഷിക്കടാന്ന് പറയുന്നവനാകണ്ടേ കാഴ്ചപ്പാടുള്ള നേതാവ്. ആ 3000 രൂപയ്ക്ക് വേണ്ടി എന്തിനു നിൽക്കണം? സർക്കാരിന്റെ ഔദാര്യപ്പണത്തിന് വേണ്ടി എന്തിനു നിൽക്കണം? 3 ലക്ഷം രൂപ മാസം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി തൊഴിലിടം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ സർക്കാർ ചെയ്യേണ്ടത്. ശരിയാണ്, വയസ്സായവർ. പക്ഷേ ഈ വയസ്സായവർക്ക് ഇന്ന് 3000 കൊടുക്കേണ്ടി വന്നത് ഇവരുടെ 50 കൊല്ലം മുൻപ് ഭരിച്ച ഈ സർക്കാരുകൾ പരാജയപ്പെട്ടിട്ട്. അല്ലെങ്കിൽ അവർക്ക് നല്ല ഡയറക്റ്റ് പെൻഷൻ കിട്ടില്ലേ? ഇടതുപക്ഷം വലതുപക്ഷം കാലത്തിനും ഭരിച്ചിട്ട് ക്ഷേമത്തിന് 3000 രൂപ കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ക്ഷേമം യഥാർത്ഥത്തിൽ 30 ലക്ഷം പേർക്കോ? അത് കുറച്ച് പേർക്ക്. ആ ക്ഷേമം ഇവർ കൃത്യമായി കേരളത്തിനെ ഒരു ഉൽപാദനക്ഷമതയുള്ള മണ്ണാക്കിയിരുന്നെങ്കിൽ 5 ലക്ഷത്തിൽ ചെല്ലുവാനും പേർക്ക് 35 കിലോ അരി വീതം കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടി വരില്ലായിരുന്നല്ലോ. പിങ്ക് കാർഡുകാർക്ക് ഗോതമ്പും മറ്റുള്ള കാര്യങ്ങളും സർക്കാരിന് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരില്ലായിരുന്നല്ലോ. സ്വയം പര്യാപ്തത നേടുന്ന കേരളത്തെ സ്വപ്നം കാണാൻ ഒരു പിണറായിക്ക് സാധിച്ചില്ല, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്കും സാധിച്ചിട്ടില്ല, AK ആന്റണിക്കും സാധിച്ചിട്ടില്ല, നായനാർക്കും സാധിച്ചിട്ടില്ല, VSനും സാധിച്ചിട്ടില്ല, അതിനു മുന്നുണ്ടായിരുന്ന ഒരു ആളുകൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത്. എന്നിട്ടും ജനങ്ങൾ കോൺഗ്രസിൻ്റെ അകത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ അത് വിജയമായിട്ട് കാണണ്ട. അത് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ മതരാഷ്ട്രീയത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഫോക്കസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് ചില സ്ഥലങ്ങളിൽ അവർ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുള്ള വോട്ട് അത് മതാടിസ്ഥാനത്തിൽ വന്നിട്ടാണ്. അത് നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ കണ്ട കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ നിയമസഭ എണ്ണി നോക്കിയാൽ മനസ്സിലാവും മത നേതാക്കന്മാരൊക്കെ എത്രത്തോളം കൈകാര്യം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിന് ഏത് മത നേതാക്കൾ നമ്മുടെ അമ്പലത്തിൽ ഞാൻ വിശ്വാസിയാണ്. പിണറായി വിജയൻ്റെ നക്ഷത്രത്തിൽ ഒരാൾ പുഷ്പാഞ്ജലി കഴിച്ചാലും, VD സതീശിൻ്റെ നക്ഷത്രത്തിൽ ഒരാൾ പുഷ്പാഞ്ജലി കഴിച്ചാലും, ഉല്ലാസ് ബാബുവിൻ്റെ നക്ഷത്രത്തിൽ ഒരാൾ പുഷ്പാഞ്ജലി കഴിച്ചാലും, രാജീവ് ചന്ദ്രശേഖരത്തിൻ്റെ നക്ഷത്രത്തിൽ ഒരാൾ പുഷ്പാഞ്ജലി കഴിച്ചാലും നമ്മുടെ തിരുമേനിമാർ കഴിച്ചു എല്ലാവർക്കും നല്ലത് തരണം എന്ന് പറയുന്നത്. അവിടെ ഒരു അമ്പലവും ഒരാൾക്കും ജയിപ്പിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞതായിട്ട് പറഞ്ഞിട്ട് കേൾക്കില്ല. ഇവിടെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തിയിട്ടുള്ള സമൂഹമുണ്ട് കേരളം. മിടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ, മിടുക്കികളായിട്ടുള്ള മക്കൾ വിദ്യാഭ്യാസത്തിൻ്റെ വേറെ തലങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ വിദ്യ നേടിക്കൊണ്ട് ഈ സമൂഹത്തെ കൈപ്പിടിച്ചുയർത്താൻ തയ്യാറായി നിൽക്കുമ്പോൾ അതേ സമൂഹത്തിൽ തന്നെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന ഈ സ്ഥാനാർത്ഥി ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുള്ള മതസംഘടനകളുണ്ട് ധാരാളം. അത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് BJP പറയുമ്പോൾ BJP വർഗീയവാദം പറയണമെന്ന് പറയുന്നത് കാര്യമില്ല. ഇത് ചെയ്ത മിടുക്കന്മാര് ഇവിടെ ഭരിക്കാൻ പോവാണ് കേരളം. അവരൊക്കെ അത് ചെയ്യാം, നമുക്കത് പറഞ്ഞാലേ കുഴപ്പമില്ല. ആ പാറ്റേണും കൂടി ജനങ്ങൾ പഠിക്കണം. പക്ഷെ 3 പേരെന്ന് പറയപ്പെടുന്ന നമ്മുടെ വിജയം അത് കേരള ജനത നമുക്ക് സമ്മാനിച്ചതാണ്. ഈ 3 പേരായിരുന്നു ഞങ്ങളുടേതെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരുടെ പ്രവർത്തനം നിയമസഭയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണക്കുകളൊക്കെ നമുക്ക് പറയാമോ, കൃത്യമായിട്ട് പറയാൻ പറ്റും. 140 സ്ഥലത്ത് നടത്തിയിട്ടുള്ള പാറ്റേൺ. ഇപ്പോൾ കോട്ടയത്ത് 100% UDF അല്ലേ, അവിടെ BJPയുടെ വോട്ട് ചേട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. തിരുവനന്തപുരം UDF ജയിച്ചു കൊടുത്തും LDF ജയിച്ചു കൊടുത്തും BJPയുടെ വളർച്ച. പണ്ട് ഇടതുപക്ഷത്ത് നമുക്ക് വോട്ട് വരാറില്ല, ഇല്ല. ഇപ്പം ഇടതുപക്ഷത്തിനാണ് നമുക്ക് വോട്ട് വരുന്നത്. ഇടതുപക്ഷത്ത് നമുക്ക് കൃത്യമായി വോട്ടുകൾ വന്നു പറയും. കാരണം അത് CPM BJP ആയിട്ടല്ല, മറ്റവരെ കൊണ്ട് വീർത്തിട്ടാണ്. അവര് പരാജയം സമ്മതിച്ചു എന്നും അവരുടെ തെറ്റുണ്ടായി എന്നുള്ളതിൻ്റെ അർത്ഥമല്ലേ TP രാമകൃഷ്ണൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? G സുധാകരൻ എന്ന് പറഞ്ഞ സഖാവിന്, TK ഗോവിന്ദൻ സഖാവിന്
കുഞ്ഞികൃഷ്ണൻ സഖാവ് തിരിച്ചു വരാം, ഉം. തെറ്റ് തിരുത്തിയിട്ട് തിരിച്ചു വരാം. ആരെ തെറ്റ് തിരുത്തണ്ട്? രാമകൃഷ്ണനെ തിരുത്തേണ്ട തെറ്റ് പിണറായി വിജയനും ഗോവിന്ദ മാഷ തെറ്റിരുത്തുണ്ട്. അവര് മൂന്നാളല്ല, അവര് മൂന്നാള് ഇവരുടെ സിസ്റ്റത്തിനെതിരെ കൃത്യമായി ഇറങ്ങി വന്ന് പോരാടിയിട്ട് ജനങ്ങളുടെ മാൻഡേറ്റ് മേടിച്ച് ജയിച്ചവരാ. ശശി മാത്രമേ പരാജയപ്പെട്ടു. ആ, ശശി പരാജയപ്പെട്ടു ഇനിയിപ്പോ ആ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോ ബി ജെ പിക്ക് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ്, ബി ജെ പി ഇനിയും എന്താ പറയുക, ഒരു ഡെവലപ്മെന്റ് മാത്രമാണ് ബി ജെ പി പറയുള്ളൂ എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. പോസിറ്റീവ് പൊളിറ്റിക്സും വികസന പൊളിറ്റിക്സും മാത്രമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ മക്കൾ ഇനി പോളണ്ടിലേക്ക് പോകണ്ട, അമേരിക്കയിലേക്കോ യു കെയിലേക്കോ ന്യൂസിലാൻഡിലേക്കോ അയർലൻഡിലേക്കോ പോകണ്ട. അവർക്ക് ഇവിടെ ഞാൻ നോക്കണെങ്കിൽ ഇത്ര കാലമായിട്ട് ഇവന്മാർ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള അക്കാഡമിക് സിറ്റി കേരളത്തിൽ 14 ജില്ലകളിൽ ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. അവിടെ മിടുക്കന്മാരും മിടുക്കികളും ഇറങ്ങുന്ന സമയത്ത് ദേ പിടിച്ചോ പ്ലേസ്മെന്റ് അവർക്ക് സാധിച്ചില്ല. അതിനെക്കുറിച്ച് കാഴ്ചപ്പാടോടുകൂടി ചിന്തിക്കാൻ അവർക്ക് പറ്റില്ല എന്നിട്ടല്ലേ അവരുടെ പരാജയം. ആ കാഴ്ചപ്പാട് നമ്മൾ പറയും. നമുക്കത് സ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യയിലൂടെ MSMEയുടെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, അതേപോലെ തന്നെ കർഷകരെ സംരക്ഷിക്കുന്ന കിസാൻ സമ്മാൻ നിധി, ഇവിടെ പെൻഷൻ കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ലോ നമ്മൾ ചെയ്യുന്നത്. കർഷകനെ മാസസംഖ്യ കൃത്യമായിട്ട് DBT ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ അവൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നിടത്ത് കൃത്യമായിട്ട് നിന്റെ വിള നഷ്ടപ്പെട്ടോ ഫസൽ ബീമാ യോജനയിലൂടെ അത് സംരക്ഷിച്ചു. വയസ്സായ അമ്മമാരുണ്ട്, 70 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ ഫ്രീ ഇൻഷുറൻസ് കേരള സർക്കാർ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആ പദ്ധതി ഉണ്ടല്ലോ, ഒരു ഒപ്പിടാമല്ലോ. ഈ വീണ ജോർജ് അതിന് കട്ടവച്ച ആളാണ്. തുന്നം പാടി ഇവിടുത്തെ 70 വയസ്സായ അമ്മമാരും അച്ഛന്മാരുടെ ഏറ്റവും വലിയ ശാപമാണ്. ആ മന്ത്രി ഒറ്റൊരാൾ കാരനാണ് കേന്ദ്രം കൊടുത്തിട്ടുള്ള വലിയൊരു സമ്മാനമായിരുന്നു കേരളത്തിനൊന്നല്ല മൊത്തം ഭാരതത്തിൻ്റെ ആണ്. ആയുഷ്മാൻ വയോബന്ധൻ 70 വയസ്സ് കഴിഞ്ഞ അച്ഛനും അമ്മമാർക്കും 5 ലക്ഷം രൂപയുടെ ഫ്രീ ഇൻഷുറൻസ് വർഷാവർഷം. കേരളം മാത്രം ഒപ്പിട്ടില്ല. എന്നാൽ പിന്നെ ഇവർക്ക് കൊടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. ഇവർക്ക് അതിനുള്ള കഴിവില്ല, ഇവർക്ക് അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ ആ മന്ത്രിത്വം പരാജയപ്പെടും. അവിടെ നമ്മുടെ സർക്കാർ സംരക്ഷണമായിട്ട് നിൽക്കുന്നു. മാതൃവന്ദന യോജനയിലൂടെ എത്ര അമ്മമാരുടെ സാമ്പത്തിക സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട്. വിശ്വകർമ്മ അഭയാണ് ആ മേഖലയിലുള്ള ആളുകളെ കൃത്യമായി സംരക്ഷിച്ചു. സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെ നൈപുണ്യ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ആ IT സെക്ടറൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പേര് മാറ്റം കൊടുക്കും. എനിക്ക് ശിവശങ്കരേട്ടൻ അയച്ചെന്നതൊക്കെ ഓർമ്മയുണ്ട്. എൻ്റെ ആ പുസ്തകം ഇപ്പോഴും ഉണ്ട്. NHRM പദ്ധതി ഇവർ പേര് മാറ്റി ആർദ്രമാക്കി മാറ്റി, പിന്നെ EMS ഭവന പദ്ധതിയാക്കി മാറ്റി. അതുപോലെ അടൽജിയുടെ ഒരു പേരുള്ള ഒരു പദ്ധതിയെ KM മാണി റിന്യൂവബിൾ എനർജി എന്തോ പ്രൊജക്റ്റാക്കി മാറ്റി. അതൊക്കെ എനിക്ക് നമ്മൾ സംസാരിച്ചെനിക്ക് അയച്ചു. പേര് മാറ്റാനെല്ലാം എടുക്കുന്നുണ്ടാവണ്ടേ? കേന്ദ്രം തരുന്ന പ്രൊജക്റ്റ് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച് അതെന്താണ് അവർക്ക് ആവശ്യമുള്ളത് അത് മേടിച്ചു കൊടുക്കുന്നവരുടെ സർക്കാർ. MSMEയുടെ പദ്ധതിയിലും വിശ്വകർമ്മ അഭയാന്റെ പദ്ധതിയിലും എത്ര MLA-മാർ നമുക്ക് വെല്ലുവിളിച്ച് ചോദിക്കാനാവും. എത്ര CPM MLA-മാർ, എത്ര കോൺഗ്രസ് MLA-മാർ വിശ്വകർമ്മ അഭയൻ പദ്ധതിയിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് ഈ വിശ്വകർമ്മ സമൂഹത്തെ? ആ കേന്ദ്ര സർക്കാരിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ സഹായം, MSMEയോട് കിട്ടുന്ന സഹായം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര MLA-മാർ അതിന് തയ്യാറായിട്ടുണ്ട്? കേരളത്തിൽ ലിസ്റ്റ് എടുക്കട്ടെ. ഞാൻ പറഞ്ഞ നുണയാണെങ്കിൽ ഇതേപോലെ ഒരു ക്യാമറയും തുറന്നു വെച്ചിട്ട് തോറ്റു ക്ഷമിക്കും എന്ന് നമുക്ക് പറയാം. ഒരു മിണ്ടിയില്ല. കാരണം അതിനൊക്കെ മോദിന്റെ പടമുണ്ട്. അത് BJPക്ക് അനുകൂലമായാലോ? ഓട്ടോ തൊഴിലാളികൾക്ക് റിക്ഷാവാല ഇൻഷുറൻസ് മനസ്സിലാക്കിയില്ല. ക്ഷേമ പെൻഷൻ 3000 രൂപയുടെ കഥ മാത്രമല്ല പറയുള്ളൂ. തയ്യൽ തൊഴിലാളി ഉണ്ട് അവിടെ, അവരുടെ ക്ഷേമ പെൻഷൻ മുടക്കാം. കെട്ടിട തൊഴിലാളി ഉണ്ട്, അവരുടെ ക്ഷേമ പെൻഷൻ മുടക്കാം. വികലാംഗരുണ്ട്, അവരുടെ ക്ഷേമ പെൻഷൻ മുടക്കാണ്. മോട്ടോർ വാഹന തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ മുടക്കാണ്. ഈ കഥയൊക്കെ പുറത്ത് വെച്ചിട്ടാണ് സാറന്മാർ 3000 രൂപ പുറത്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണേ. ഈ തെരഞ്ഞെടുപ്പിന് 4 ദിവസം 5 ദിവസം മുൻപൂന് ഗഡുക്കൾ കൊടുത്തു പുറത്ത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നിശ്ചയിക്കുന്ന പണത്തിനനുസരിച്ച് സ്വന്തം ക്ഷേമം മതിയെന്ന് നിശ്ചയിക്കാനല്ല ജനങ്ങൾക്ക് ആഗ്രഹം. അവരുടെ ക്ഷേമം കൊടുക്കേണ്ടത് അവരുടെ മക്കൾക്ക്, അവരുടെ കുടുംബം, അവർക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇവിടെ കയറി വരും. നമ്മുടെ BJP സർക്കാർ അത് തന്നെയല്ലേ ചെയ്യും. നമ്മൾ അടിസ്ഥാന വർഗത്തിൻ്റെ മുതൽ ഇഷ്യൂസ്, ബെട്ടി ബച്ചാവോ ബെട്ടി പഠാവോ എന്ന പദ്ധതി മുതൽ, സ്വച്ഛ് ഭാരത് മുതൽ, ജൻധൻ യോജന മുതൽ, അങ്ങനെ വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, ശുചീകരണമായിക്കോട്ടെ, ചെറിയ മക്കളുടെ പോസ്റ്റ് ഓഫീസ് മേഖല ആയിക്കോട്ടെ, അവരുടെ വിദ്യാഭ്യാസം BMC ആയിക്കോട്ടെ, കാർഷികം കിസാൻ സമ്മാൻ നിധി ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും ഡയറക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മൾ എടുക്കുന്നൊരു സ്ട്രെയിൻ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറല്ലേ, തോടിലെ പാലത്തിലെ വെള്ളത്തിലെ വെളിച്ചത്തിലെല്ലാം നാഷണൽ ഹൈവേ ചുറ്റും കൂടുതൽ വരുന്നു.
ഒരു കാലത്ത് നരേന്ദ്രമോദിയെ താങ്കളുടെ രാജ്യത്തേക്ക് കടത്തരുത് എന്ന് അമേരിക്ക കത്തെഴുതിയവരാണ് മൊയ്ബ് മുഹമ്മദ് റിയാസും ഗ്രൂപ്പും. ഇന്ന് മോദീന്റെ കൂടെ ഒരു കസാര എനിക്ക് തന്നില്ല എന്ന് മോങ്ങിയതും ഈ മുഹമ്മദ് റിയാസ്. എനിക്ക് ഭയങ്കര രസമായി. ഞാൻ സത്യത്തിൽ അന്ന് ചർച്ചയ്ക്ക് ഞാൻ റോഡിന്റെ ഉദ്ഘാടനത്തിന് മോദി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി വന്നപ്പോൾ റിയാസിനെ കസാരയിൽ ഇരുത്തില്ല എന്നും പറഞ്ഞിട്ട് പണങ്ങിപ്പോയില്ല. മുകളിലിരുത്തിയില്ല പണങ്ങിയിട്ട് അവൻ അവിടെ പോയിട്ട് ഒരു ജീപ്പും വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പോയിട്ട് ടാറ്റ പറഞ്ഞ് ഇത് എന്റെ സംഭാവന എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരു നാടകം ഉണ്ടല്ലോ, ഒരു കോമാളിത്തരമുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് എന്ത് രസമായിരുന്നു. ആ മോങ്ങല് കേൾക്കാൻ ഒരു സുഖമാണ്. കാരണം എന്താ വെച്ചാൽ ഇതേ മോദീനെ മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തരുതെന്ന് കത്തെഴുതി സഖാവണയാണ്. ആ മോദിയുടെ കൂടി ഇരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല എന്നും പറഞ്ഞ് പ്രതിഷേധം നടത്തിയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ അത് കേൾക്കാൻ. അതൊരു ആത്മസുഖമുണ്ടായിരുന്നു. അപ്പൊ ആ റോഡിന്റെ കാര്യത്തിൽ തോടുകൾ, പ്രധാനമന്ത്രി സഡക് യോജനയുടെ ഭാഗമായിട്ടുള്ള തോടുകള്, കുട്ടിപ്പാലങ്ങള്, ദീനദയാൽ ഗ്രാമീൺ ജ്യോതി യോജനയുടെ ഭാഗമായിട്ടുള്ള വെളിച്ചം, ഗ്രാമീണ വെളിച്ചം, ഇതൊക്കെ നമ്മുടെ ഇടപെടലുണ്ട്. ജലജീവന്റെ ഭാഗമായിട്ട് വെള്ളത്തിന്റെ കാര്യം ഇതിലിടപെടാത്ത കേന്ദ്ര സർക്കാർ യഥാവിധി നടപ്പിലാക്കാൻ ഒരു കാഴ്ചപ്പാടില്ലായ്മ പിണറായി വിജയന്റെ 10 വർഷത്തെ മന്ത്രിസഭയ്ക്കുണ്ട്. ഇനി കാഴ്ചപ്പാടുള്ളവരാണെങ്കിൽ അവനവന് മുഖ്യമന്ത്രി ആരാൻ തീരുമാനിക്കാനുള്ള കാഴ്ചപ്പാട് പോലും ഇല്ലാത്ത അവസ്ഥയാണ് താല്പര്യപ്പെടുന്നത്. അപ്പം നമ്മുടെ 3 പേർക്ക് അവിടെ കൃത്യമായ പണിയുണ്ട് നിയമസഭ. അവരുടെ ഇടപെടലായിരിക്കും കേരളം നോക്കിയത്. അതിലൂടെയായിരിക്കും മതമല്ല വലുത്, വികസനമാണ് വലുത്. എൻ്റെ മക്കളുടെ വിജയം ഉണ്ടാകണമെങ്കിൽ, എൻ്റെ വീടിൻ്റെ വിജയം ഉണ്ടാകണമെങ്കിൽ, എൻ്റെ നാടിൻ്റെ വിജയം ഉണ്ടാകണമെങ്കിൽ, ഞാൻ വിജയിക്കണമെങ്കിൽ ഡെവലപ്മെൻറ്റ് സംസാരിക്കുന്ന, പോസിറ്റീവ് രാഷ്ട്രീയം സംസാരിക്കുന്ന ആളുകളുടെ പ്രതിനിധികൾ വരണമെന്നുള്ള കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കലാണ് രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും ശ്രീ ഗോപകുമാറും ചെയ്യുന്ന പ്രവൃത്തി. ആ പ്രവൃത്തിയിലൂടെയാണ്, ആ 3 പേരിലൂടെയാണ് ഭാവിയിലെ കേരളത്തിലെ BJPയുടെ വിജയം. അത് നടപ്പിലാക്കാൻ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാപ്തരായിട്ടുള്ള ആളുകളല്ലേ. സുരേന്ദ്രേട്ടനും ശോഭ ചേച്ചിയും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ 200 പേരുടെ പവർ ഉണ്ടായിരുന്നു. പക്ഷെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായില്ല. പക്ഷെ ഈ 3 പേർ നമുക്ക് സമ്മാനിക്കുന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാട്. ശിവേട്ടൻ അതിനെങ്ങനെ വിലയിരുത്തുന്നത് എനിക്കറിയില്ല. അല്ല ശിവേട്ട, അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കുറെ സംസാരിച്ചെങ്കിലും ഇപ്പോൾ പ്രധാനപ്പെട്ട 3 വോട്ടർമാർ അല്ലെങ്കിൽ 4 സെറ്റ് വോട്ടർമാർ, ഒന്ന് ജെൻസീസ് എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൻ്റെ മിടുക്കനും മിടിക്കുകയാണ്. 2 സ്ത്രീ വോട്ടർമാർ, 3 ഏറ്റവും കൂടുതലുള്ള മധ്യവർഗമായിട്ടുള്ള അന്നാന്നത്തെ ഉപജീവനത്തിന് അന്നാന്ന് പണിക്ക് പോയി അന്നാന്ന് ഉപജീവനം നടത്തുന്ന ഒരു 4 കർഷകർ. ഈ 4 പേരുടെ വോട്ടിംഗ് പാറ്റേൺ ആണ് നമ്മളെ സാധാരണ ബാധിക്കാറ്. ഈ 4 പേരുടെ വോട്ടിംഗ് പാറ്റേൺ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, BJPക്ക് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്, ദോഷകരമായിട്ടുണ്ട്? രണ്ടാമത്തെ ഒരു ചോദ്യം, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ നിലയ്ക്കാണ് ചില സാമുദായിക സംവിധാനത്തെ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നതെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടി വരില്ലേ? മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ 3 MLA-മാരുടെ പ്രവർത്തനമാണ്. അത് ഗ്രാമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എത്രത്തോളം, നഗര കേന്ദ്രീകൃതമായിട്ട് നമ്മൾ ചെയ്യുന്ന മോദി സർക്കാരിൻ്റെ പദ്ധതികൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയകളും മറ്റുള്ള കാര്യങ്ങളും പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ അവിടെ കൂടുതൽ വോട്ടിങ്ങിലും മാറ്റം വരും. ഗ്രാമങ്ങളിൽ ഇത് എത്തിപ്പെടാനും ഇതിൻ്റെ ഇടതുപക്ഷ നരേറ്റീവും വലതുപക്ഷ ജാതീയ നരേറ്റീവും മാത്രമാണ് ഗ്രാമങ്ങളിൽ എത്തുന്നത്. അത് എങ്ങനെയാണ് നമ്മുടെ ഈ 3 പേരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും? ഈ ഒരു കാര്യത്തിൽ സത്യത്തിൽ രാജീവേട്ടൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പോകുന്ന സമയത്ത് പറഞ്ഞു, രാജീവേട്ടൻ പ്ലാൻ ചെയ്തിട്ടുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി സെക്ടേഴ്സ് ഉണ്ട്. ആ സെക്ടേഴ്സിൽ തൊഴിൽ മാത്രമാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തെ കൊണ്ട് വീട്ടിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ദൗത്യം 25 ഇയേഴ്സ് കൊണ്ടാണ് പൂർത്തീകരിക്കാൻ സാധിക്കുക. പക്ഷെ അത് ഇന്ന് പാകിയിടണം എന്നാണ് രാജീവേട്ടൻ ശിവേട്ടനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് പബ്ലിക്കിനും കൂടി അറിയാൻ ആഗ്രഹമുള്ള ഈ 4 കാര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. ഉല്ലാസ് പറഞ്ഞ ഒരു 3 വിഷയം. ഒന്ന് നമ്മളുടെ വോട്ടിംഗ് പാറ്റേണിൻ്റെ 4 കാര്യങ്ങൾ. 2 അത് എങ്ങനെയാണ് നഗര കേന്ദ്രീകൃത വോട്ടർമാരെയും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ വോട്ടർമാരെ കാണിക്കും. അതിൽ ഞാൻ ഒരു ചെറിയ വിയോജനക്കുറിപ്പോട് തുടങ്ങുന്നത്, BJP നഗരത്തിൽ വളരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഗ്രാമങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള വളർച്ചയല്ല.
ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന് മുൻപ് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചപ്പോൾ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നമ്മൾ നല്ല ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സുരേന്ദ്രൻ്റെ മഞ്ചേശ്വരം എനിക്ക് തോന്നുന്നത് നഗരം പോയിട്ട് ഗ്രാമം പോയിട്ട് അതുപോലുമല്ല. ഇത് പണ്ട് നമ്മൾ പലരും പറയാറുണ്ട്, ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും അത്തരം അടിയന്തരാവസ്ഥക്കെതിരെ അതിശക്തമായി പോരാടിയതും വോട്ട് ചെയ്തതും യു പിയിലെ ഒരു പത്രം ജീവിതത്തിൽ വായിക്കാത്ത ആളുകളാണ് ഈ അതിനെതിരെ വോട്ട് ചെയ്തത്. കേരളം തിരിച്ച് ഔട്ട് ചെയ്തത്, അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പലപ്പോഴും വിദ്യാഭ്യാസ സമ്പന്നത എന്നുള്ളത് ഒരു കൃത്യമായ പൊളിറ്റിക്കൽ നിലപാടുകൾ എടുക്കാനായിട്ട് വലിയ കാര്യമൊന്നും അല്ല എന്ന് പലകുറി നമ്മൾ തെളിയിച്ചിട്ടുണ്ട് തിരിച്ചും. അതുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ അതിശക്തമായി നരേന്ദ്രമോദി എന്ന ഒരു ബ്രാൻഡിനോട് ഭയങ്കര ഒരു പ്രതിപത്തിയുണ്ട്. അതിനോടൊരു അനുകൂലമായ ഘടകം ഗ്രാമീണ മേഖലയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. രണ്ട്, ഞാൻ ഈ ഭയങ്കരമായ ഒരു പഠനത്തെക്കുറിച്ച് നടത്തിയിട്ടില്ല, മറ്റു പഠനങ്ങളിൽ വായിച്ചില്ല. ഈ ജെൻസി കിഡ് അതല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ബേബീസ് അവർ വോട്ട് ചെയ്യുന്ന ഒരു 18% മുകളിലുള്ള ആളുകൾ അവർ വളരെ നന്നായിട്ട് നമ്മളുടെ രാഷ്ട്രീയത്തോട്, വികസനത്തിൻ്റെ രാഷ്ട്രീയത്തോട് പ്രതികരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ 2-3 കാര്യങ്ങൾ. ഒന്ന്, മുരളിയേട്ടൻ്റെ വിജയത്തിൽ അത് വലിയ ഒരു സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് അത് ഒരു IT ഹബ്ബും കൂടെ അടങ്ങുന്ന ഒരു മേഖലയാണല്ലോ തിരുവനന്തപുരത്തിൻ്റെ IT ഹബ്ബിൽ. അവിടെ താമസിക്കുന്ന ആളുകൾ, അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ, അവരുടെ വോട്ട് വരാതെ മുരളിയേട്ടന് ഈ പറയുന്ന ഒരു നേട്ടം കൈവരിക്കാനാവില്ല. കാരണം ചില പോക്കറ്റുകൾ വളരെ കൃത്യമായി CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും കൺട്രോളിലാണ്. ഇപ്പോൾ ശരത്ചന്ദ്ര പ്രസാദ് അത്ര വലിയ കാൻഡിഡേറ്റ് എന്നല്ലെങ്കിൽ പോലും ഈ നേരത്തെ സൂചിപ്പിച്ച ജാതീയതയും മതത്തിൻ്റെയും ചില അതിർവരമ്പുകളിൽ കുറേ ഭാഗങ്ങൾ അത്തരത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെൻസി കിഡുകൾ അല്ലെങ്കിൽ IT ഹബിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ ആ യൂത്ത് മുരളിയേട്ടൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള ഒരു പാറ്റേൺ നടന്നേക്കുന്നത് ഷോൺ ജോർജിനും അനൂപിനും അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റം യുവാക്കളുടെ. അതുപോലെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നേമത്ത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പിന്നെ അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, നേമത്തും കിട്ടിയിട്ടുണ്ട്. സന്ദീപ് വചസ്പതിക്ക് അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ശരിക്കും ഒരു പരിധിവരെ ഹരിപ്പാട് പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ തൃശ്ശൂരെ പല സ്ഥാനാർത്ഥികൾക്ക് പത്മനാഭ വേണുഗോപാലിനൊക്കെ ഒരു യൂത്തിൻ്റെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്, കോഴിക്കോട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തൃശ്ശൂർ ഉല്ലാസിനും അത്തരത്തിലുള്ളൊരു നല്ല അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യൂത്ത് ധാരാളമായിട്ട് BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണ. കഴിഞ്ഞ തവണ അത്ര ഉണ്ടായിരുന്നില്ല. ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഇത്തവണ വലിയ രീതിയിലുള്ള വനിതാ BJPയുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പിന്തുണ. പല ക്യാമ്പയിനിലും വനിതകളാണ് മുന്നിൽ നിന്ന് നയിച്ചിരുന്നത്. വനിതകളുടെ വലിയ പിന്തുണ നരേന്ദ്രമോദിക്കുണ്ട്, BJPക്കുണ്ട്. അത് ഒരു സംശയവുമില്ലാതെ ഇത്തവണ BJPക്ക് ഗുണകരമാകും. അതിൻ്റെ തുടക്കം മാത്രമാണ്. അടുത്ത തെരഞ്ഞെടുപ്പോടെ അതിശക്തമായ രീതിയിൽ, പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് തോന്നുന്ന വനിതാ ബില്ലിൽ അല്പം നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്കൊരു 2-3% വോട്ട് കൂടുതലായേനെ. അതിൻ്റെ കാരണം നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ വനിതകൾ വളരെ ശക്തമായി. ഒരു സംശയം, എൻ്റെ ഒരു ഉപചോദ്യം പോലെ ചോദിക്കട്ടെ. എന്നേക്കാൾ കൂടുതൽ പുസ്തകങ്ങളും പത്രങ്ങളും ഒക്കെ കൂടുതൽ ഒരു മടി കൂടാതെ നോക്കുന്നവരാണ് നമ്മളിപ്പോൾ. ഞാൻ പഠിക്കാൻ വേണ്ടി ഇത് വായിക്കുമ്പോൾ ശിവേട്ടൻ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇതിന് വായിക്കുന്നതാണ്. അതുകൊണ്ട് സത്യത്തിൽ ഈ വനിതാ ബില്ലിനെ എതിർക്കുന്നത് മുസ്ലിം ലീഗിന് കൃത്യമായിട്ടുള്ള അജണ്ടയില്ലേ? അവരുടെ അടിത്തള ഇറങ്ങുന്ന പരിപാടിയല്ലേ ഇത്? സത്യത്തിൽ അവരുടെ ആ ഒരു ശൈലി തന്നെയല്ലേ? അല്ലെങ്കിൽ അവർ അതിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തിയിട്ടില്ല? ഇത് വേണ്ട എന്ന് പറയാം. പണ്ട് SP ആദ്യം ഇത് വന്ന സമയത്ത് ഈ UPA സർക്കാരിൽ പോലും സമാജ്വാദി പാർട്ടിയാണ്. അന്നും ഈ ലീഗ് ഇത് കീറുകളഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ ലീഗിന്റെ പിടിവാശിക്ക് അടിമപ്പെടുകയാണോ കേരളത്തിലെ കോൺഗ്രസ്? ഒരു സംശയമില്ല. വനിതാ ബില്ലിലും കൂടി കാണുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് വനിതാ ബില്ലിനെ കുറിച്ച് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കില്ല. എന്ത് വിഷയം ഉണ്ടാക്കണം? ഇവരുടെ ഈ തട്ടിപ്പിന് വേണ്ടിയിട്ടല്ലേ? ലീഗിൻ്റെ അത്തരത്തിലുള്ള ഭയത്തെ മറച്ചു വെക്കാനായിട്ടാണ് മാധ്യമങ്ങളും കോൺഗ്രസും നിരന്തരമായി ശ്രമിച്ചത്. അത് ഈ വിഷയത്തിൽ മാത്രമല്ലല്ലോ. ഇപ്പോൾ നേരത്തെ നടന്ന ഈ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ അതിൽ ഈ പറയുന്ന KC വേണുഗോപാൽ പ്രസംഗിച്ചറിയാലോ. ആ ബില്ലിൽ മറ്റ് മതസ്ഥരെ ചേർത്തത് ശബരിമലയിലും ഗുരുവായൂരും നിങ്ങൾ ദേവസ്വത്തിൽ മറ്റുള്ളവരെ ചേർക്കുമെന്ന് പ്രസംഗിച്ച്, അത് അവിടെ പള്ളിയുടെ കാര്യം നടക്കാനല്ലല്ലോ. അതവിടെ ഒരു കേസ് വന്നാൽ ഏകപക്ഷീയമായി തീരുമാനിക്കരുതെന്ന് വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഇത്തരം മുസ്ലിം ലീഗ് ഈ വനിതാ ബില്ലിനെ എതിർക്കുന്നത് അവരുടെ ഒരു ഘടനയെ തന്നെ തകർത്ത് കളയും. അവരുടെ രാഷ്ട്രീയ പാർട്ടി ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. അത് പക്ഷേ നിങ്ങൾ മുസ്ലിം ലീഗിനെ മാത്രമാക്കരുത്. CPM-ൻ്റെ സ്ഥിതി എന്താ?
ഇതിനേക്കാൾ വലിയ ഒരു എന്താ പറയുക പുരുഷവർഗീയ സംഘടനയുണ്ട്, പുരുഷ കേന്ദ്രീകൃത സംഘടനയാണ് CPM. എന്നാണ് പോളിറ്റ് ബ്യൂറോയിൽ ഒരു വനിത വന്നത്? ഇപ്പോഴും CC-യിലും അതേപോലെ മറ്റുള്ള കമ്മിറ്റികളിലും. പക്ഷെ രസം എന്താ പറയുക, ഇവർ ചുംബന സമരങ്ങൾ നടത്തും, ഇവർ ജെൻഡർ ഡിഫറൻസ് ഇക്വാലിറ്റിക്ക് വേണ്ടി കള്ളന്മാരമാതിരി ഇങ്ങനെ മെയിൽ ഷോവനിസ്റ്റുകളായിട്ടുള്ള വർഗമുള്ള ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാവില്ല. ഫാക്റ്റാണ്. പക്ഷെ അത് എങ്ങനെയാണ് ഈ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ, പക്ഷെ അവർ വേറെ കാര്യം കേട്ടോ, അവർ പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കൊന്നുമില്ല ക്യാമറയുടെ മുമ്പിൽ വെച്ച്. അതെ, നിങ്ങൾ മറ്റേ ആൾക്ക് കൊടുത്തതല്ലേ. അതിനൊക്കെയുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് അവിടെ. വേറെ ചില നമ്മളുടെ ഇത് അളക്കണ യന്ത്രമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ വേറെ. അപ്പോൾ ഈ വനിതാ ബില്ല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇപ്പോൾ എങ്ങനെയാണോ മുത്തലാഖ് ബില്ല് ഒരു സമൂഹത്തിൻ്റെ കണ്ണ് തുറന്നത്, സ്ത്രീകളുടെ കണ്ണ് തുറന്നത്, അതുപോലെ രാജ്യത്തെ സ്ത്രീകളുടെ കണ്ണ് തുറക്കുവാനായിട്ട് വനിതാ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനെ എതിർത്തവരുടെ വാദമുഖങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പോൾ എനിക്കറിയാം, എൻ്റെയൊക്കെ എറണാകുളത്ത് എനിക്കിപ്പോൾ ഒരു LLB ഒക്കെ പാസ്സായി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈലി ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ഒരു 10 പെൺകുട്ടികൾ BJP ചേരാൻ നിൽക്കുക. അവർ പരസ്യമായിട്ട് എൻ്റെ കൂടെയൊക്കെ പ്രവർത്തിക്കാൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം ഈ വനിതാ ബില്ല് അവരുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ വ്യത്യാസമാണ്. ശരിക്ക് ശിവേട്ടൻ സ്വപ്നം കാണുന്ന രാജീവ് ചന്ദ്രശേഖറും V മുരളീധരൻ, ശ്രീ BB ഗോപകുമാർ അടങ്ങുന്ന ആ 3 പേരുള്ള നിയമസഭ, BJPയുടെ ആ 3 പേരുള്ള നിയമസഭ പ്രവർത്തിക്കുന്ന സമയത്ത് ഭാരതത്തിനെതിരെ ഉള്ള ഏതെങ്കിലും ഒരു പ്രമേയത്തെ ഇനി ഒരു തരത്തിലുള്ള എതിർപ്പും കൂടാതെ കേരളത്തിൽ പ്രസംഗം മുട്ടുകാലടിക്കും. കാരണം എനിക്ക് 2 ദിവസം മുമ്പ് മുരളിയേട്ടൻ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, അത് ആർട്ടിക്കുലേറ്റ് ചെയ്തത്. അതായത് ഇവിടെ ലീഗിനെതിരായിരിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായിരിക്കുമോ CPM-നെതിരായിരിക്കുമോ, അദ്ദേഹം പറഞ്ഞത് അവർ എടുക്കുന്ന തീരുമാനത്തിന് അനുസൃതമായി ഞങ്ങൾ അവരെ എതിർക്കും. എല്ലാത്തിനും എതിർക്കുന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വികസനത്തെ ബാധിക്കുന്ന തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അതിനെ എതിർക്കുകയും അതിനെ അനുകൂലിക്കുകയാണെങ്കിൽ അനുകൂലിക്കും എന്നൊരു അതാ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പോടുകൂടി പറയുന്നത്. അത് ഇവിടുത്തെ എത്ര രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തോട് എക്സ്പീരിയൻസ് ചോദിച്ചിരുന്നത്, അപ്പോൾ ആ മറുപടി ഞാൻ കേട്ടിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു വിഷണറി ലീഡറാകാൻ പറ്റിയ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നത് കേരള നിയമസഭ ഒരുപക്ഷെ കാതോർത്തിരിക്കുന്നത് ഈ 3 പേരുടെയും, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെയും മുരളിയേട്ടൻ്റെയൊക്കെ പ്രസംഗത്തിനായിരിക്കും. അവർ ഒരു നയത്തിനെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുമ്പോൾ ആ നയത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു പറയുന്ന കാര്യങ്ങളായിരിക്കും അടുത്ത 5 വർഷം നിയമസഭയുടെ ചരിത്രത്തിലെ രേഖകളാകാൻ പോകുന്നത്. കാര്യം സംശയമില്ല. കാരണം പഠിച്ചവതരിപ്പിക്കാൻ ഇവരെ പോലൊരു വേറെ ആൾക്കാരില്ല. വളരെ മൈന്യൂട്ടായിട്ട് പഠിച്ച് എക്സ്പീരിയൻസും രാജീവ് ചന്ദ്രശേഖരൻ്റെ 18 വർഷം രാജ്യസഭ, അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മറ്റേ പഴയ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ പ്രായോഗിക അറിവും അദ്ദേഹം രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. വികസിത കേരളം എന്ന് പറയപ്പെടുന്ന ചെറിയ മാറ്റമല്ലല്ലോ, മാറാത്തത് ഇനി മാറും എന്ന് പറയുന്ന സമയത്ത് നിരവധി ആളുകൾ ഇതിന് ട്രോളി. പക്ഷെ കൃത്യമായി തന്നെ നിയമവും മാറി, കഴക്കൂട്ടവും മാറി, ചാത്തന്നൂരും മാറി, 24ഓളം മണ്ഡലങ്ങളിൽ കൃത്യമായി ജനങ്ങൾ മാറ്റി ചിന്തിച്ചു. അതിൽ ഈ ഒരു ത്രികോണ മത്സരങ്ങളെ അവിടെ മാറിയിട്ട് ഇതിപ്പോ കേരളം മുഴുവൻ ത്രികോണ മത്സരങ്ങളായി ശക്തിയുള്ള 3 പാർട്ടികൾ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ ഓരോ വോട്ടും പ്രാധാന്യമുള്ളതാണ്. അവിടെ ഇനി ജാതി മതത്തിന്റെ ഒരു അതിർവരമ്പുകളല്ല, ഇനി പെർഫോമൻസിന്റെ ഒരു രാഷ്ട്രീയ ത്രികോണ മത്സരം കൃത്യമായി നടക്കുകയും BJP ജയിക്കുകയും ചെയ്യും എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ വരില്ലേ കോൺഗ്രസ്സുകാരൻ കൊടയും കൊണ്ട്, അതിന് മറ്റേ ചന്ദ്രകലേൻ്റെ കൂടെയാണോ വേണ്ടത്, അപ്പോൾ അവർക്ക് അനുകൂലമായ തീരുമാനം എടുക്കണം, പുരുഷൻ്റെ കൂടെയാണോ വേണ്ടത്, അവർക്ക് വേണ്ട തീരുമാനം എടുക്കണം, മതകൂടയുമായിട്ട് സതീശ് അപ്പോൾ നേരെ വന്നിട്ട് സ്വിച്ചിടുകയാണ്. ആ കാലഘട്ടമൊക്കെ BJP മാറ്റി നിർത്തുകയാണ്. ഈ 24 സ്ഥലങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അങ്ങോട്ട് മതത്തിൻ്റെ പേരിലൊരു കൺസോൾട്ടേഷൻ കാണാൻ പറ്റും. യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ ക്രൈസ്തവനും മതം നോക്കി വോട്ടിയില്ല. ആ വികാരം അവരിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത്, അവരിലേക്ക് കുത്തിവെക്കുന്ന സമയത്ത് അതിൽ അടിമപ്പെടുന്ന ഒരു വിഭാഗത്തിലേക്ക് ആ വിഭാഗത്തെ കൃത്യമായി കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നില്ല.
അത് ഈ മതങ്ങൾക്കെതിരാണ് BJP എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ ഇവിടെ പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും ധാരാളം ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് ശിവയുടെ കൃത്യമാണ് എനിക്ക് എൻ്റെ ഒരു അറിവുപൂർവ്വം വെച്ചോളൂ, ലീഗ് മതേതരമാണ്. കാരണം മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നുണ്ടല്ലോ ലീഗ് മതേതരത്വത്തിന്റെ ആൾരൂപമാണ്. എനിക്ക് ഈ കള്ളന്മാര് വായിക്കണ കാണുമ്പോഴേ പ്രാന്ത് വരും. സത്യത്തിൽ ലീഗ് മതേതരമാണ്. എന്ത് ശിവന്റെ അഭിപ്രായം? ഞാൻ എൻ്റെ അഭിപ്രായം എനിക്കുണ്ട്, 100% അല്ല എന്നുള്ളതാണ്. എനിക്ക് അതിനേക്കാൾ വിചിത്രമായിട്ട് തോന്നുന്നത്, ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് INL. അതിനെയാണ് CPM-ഉം LDF-ഉം കൂടെ നിർത്തിയിട്ടുള്ളത്. അതായത് ഡയറക്റ്റ് ആക്ഷൻ വേണം അയോധ്യയിൽ എന്ന് പറയുന്ന. ഞാനൊരു ചർച്ചയിൽ ഒരു സംഭവം കേട്ടു. ജമാഅത്തയുടെ മതവർഗ രാഷ്ട്രവാദം പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെക്കുന്ന അതേ ആശയം SDP മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. ഇതിൻ്റെയൊക്കെ ജനാധിപത്യ രൂപമെന്ന ഒരു സ്വഭാവം ഉണ്ടാക്കി ഇവരുടെയൊക്കെ നാമായി നിയമസഭയ്ക്കകത്ത് പറയുന്ന ഒരു വിഭാഗമായിട്ടാണ് ലീഗിനെ കാണുന്നത്. ഒരു സ്ഥലത്ത് ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ പറയുന്നത് കഴിഞ്ഞാൽ സത്യത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ലീഗിന് മതേതര മുഖമുള്ള ലീഗ് ഷാജിയുടെ സ്റ്റേറ്റ്മെന്റിനെ തള്ളി പറയൂലേ? അതുമാത്രമല്ല, എത്ര കാര്യങ്ങൾ, ഇപ്പൊ നിരവധി കാര്യങ്ങൾ. ഏറ്റവും ഷാജിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ VD സതീശൻ നിയമസഭയിലേക്ക് കയറുന്നത്. മതേതരത്വ ജനാധിപത്യ രാഷ്ട്രീയത്തെ സംരക്ഷിക്കാനായിട്ട് പോകുന്നത് ഷാജിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ്. സത്യത്തിൽ കോൺഗ്രസിനെ അവർ നയിക്കല്ലേ ചെയ്യാൻ? ലീഗിന്റെ അടിമകളാണ്. കാരണം പാണക്കാട് നിന്നാണല്ലോ മുഖ്യമന്ത്രി ആരാണെന്ന് നിശ്ചയിക്കുന്നത്, പാണക്കാടാണല്ലോ പോളിസി നിശ്ചയിക്കുന്നത്. അത് പൂർണ്ണമായി ഇനി ഒരു വിഭാഗം അറിയാൻ പോകുന്നതേ ഉള്ളൂ, എങ്ങനെയായിരിക്കും ഒരു മതരാഷ്ട്രവാദത്തിൻ്റെ തുടക്കമെന്നും അതെങ്ങനെയാണ് കേരളത്തെ നിയന്ത്രിക്കാൻ പോകുന്നതെന്നും ഈ തിരഞ്ഞെടുപ്പോടെ എല്ലാവരും മനസ്സിലാക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ പൂർണ്ണമായും ലീഗ് മാത്രമല്ല, ലീഗിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെയും SDP ആയിരിക്കും. അപ്പം ഒരു നേതാവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ തരത്തിൽ വാളും പരിചയമൊക്കെ ഇട്ട് റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ അമിത്ഷായുടെ പോലീസ് നേരിടും, എടുത്ത് അകത്തിടും. പറഞ്ഞല്ലോ SDP-കാരൊക്കെ അകത്ത് കയറി കിടന്നിട്ട് തരാത്തത്. ഇതിനെ നേരിടേണ്ടത് വളരെ ഈ പഞ്ചസാരയിൽ മുക്കിയ, പാലിൽ മുക്കിയ, തേനിൽ മുക്കിയ ഒരു രീതിയോടെയാണ് ഞങ്ങളുടേതാണ്. ഈ ലീഗിൻ്റെ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ മതത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ശരിയായ രീതി. അല്ലാണ്ട് SDP-യുടേതല്ല, PFI-യുടേതല്ല എന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞു. നമ്മളൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ ചെയ്യേണ്ടത് വളരെ സോഫ്റ്റ് പൊളിറ്റിക്സിലൂടെ ആണ് ഇത് നിലനിർത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിനകത്ത് മതേതരത്തിന്റെ അഭിപ്രായത്തിൽ ലീഗ് കോണി വെച്ച് കയറുക കേരളത്തിന്റെ യഥാർത്ഥ മതേതരത്വത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിനെ മുച്ചൂടെ നശിപ്പിക്കാൻ, അതിൻ്റെ അടിവേര് കറക്കുക, അതിനെ കത്തിക്കുവാനായിട്ടാണ് ലീഗിൻ്റെ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അത് ഒരു കാര്യം ഞാൻ പറയാം, അത് എത്രത്തോളം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 50,000-ൽ കൂടുതൽ വോട്ട് കിട്ടിയ നിയമസഭയിലേക്ക് പോയ ആളുകളിൽ 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും, 6-8 പേരുണ്ട്, ആ വെച്ച് എല്ലാവരും ഒരൊറ്റ സമുദായത്തിൻ്റെ ആൾക്കാരാണ്. വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ പറയാം, അത്ര ഏകപക്ഷീയമായിട്ടാണ് വോട്ടിംഗ് നടക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനാണ് ഏറ്റവും കൂടുതൽ വോട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉമാ തോമസും ചാണ്ടി ഉമ്മനും ഒഴിച്ചിട്ട് 10 പേരിൽ 8 പേരും ഈ പറയുന്ന ഒരു വിഭാഗത്തിൻ്റെതാണ്. ഇത് സൂചിപ്പിക്കുന്നത് മതപരമായിട്ടാണ് വോട്ട് നടക്കുന്നതെന്നാണ്, ഒരു സംശയമില്ല. അപ്പോൾ എന്നിട്ട് ഡെവലപ്മെന്റിന് വോട്ട് ചെയ്തിരുന്നെങ്കിൽ കെ സുരേന്ദ്രേട്ടൻ നിയമസഭയ്ക്കകത്തുണ്ടാവും. CPM-ന്റെ വോട്ട് CPM-ന് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ CPM വോട്ട് വിറ്റു? ഏതെങ്കിലും മാധ്യമങ്ങൾ പറയില്ല. ഇപ്പോഴും BJP-ക്കെതിരെ ആരോപണം പറ്റുമോ നോക്കുക. ഇപ്പോഴും എന്നാൽ നമുക്കെതിരെ പറയുമ്പോൾ, BJP-ക്കും NDA-ക്കെതിരെ പറയുമ്പോൾ CPM-ന്റെ വോട്ട് വിറ്റു എന്ന് പറയുവാൻ നട്ടലുള്ള ധൈര്യമുള്ള ഓരൊറ്റ ആളും ഈ പറയുന്ന നമ്മളുടെ ചാനൽ ചർച്ചയിൽ ആങ്കറായിട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്തോ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. നമുക്ക് കൺക്ലൂഷൻ എത്തുന്നത് ഈ നിയമസഭയെ ലീഗ് വരും, ഈ നിയമസഭയെ ഒന്നുകൂടെ തീരുന്നു ജമാഅത്തെ ഭരിക്കും. ഒരു സംശയവും ലീഗിന്റെ കോണി വെച്ച് കയറ്റം കേരളത്തിന്റെ മതേതര ലീഗിന്റെ കുപ്പായമിട്ട മത തീവ്രവാദികളായിരിക്കും നമ്മളെ ഇനി നിയന്ത്രിക്കാനും ഭരിക്കാനും പോകുന്നത്. അത് തിരഞ്ഞെടുപ്പിൽ ഈ മന്ത്രിസഭയിൽ അവരുടെ നിയന്ത്രണം അതിഭീകരമായിരിക്കും. അതിനെതിരെ പ്രതികരിക്കാൻ എനിക്ക് തോന്നുന്നത് താങ്കൾ പറഞ്ഞ പോലെ ഈ 3 നമ്മളുടെ MLA-മാർക്ക് ഇതിനെതിരെ പ്രതികരിക്കുവാനും ഇതിനെതിരെ രാഷ്ട്രീയ കേരളത്തെ ഉണർത്തുവാനും
ഉള്ള ഒരു സമയം കൂടിയായിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബഹുമാനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും ബഹുമാനായിട്ടുള്ള ശ്രീ മുരളീധരൻജിയും പറഞ്ഞ പോലെ അവർ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾ ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സോഫ്റ്റ് സ്വഭാവമായി ലീഗ് വന്നാൽ ശക്തമായി ഞങ്ങൾ അതിനെ എതിർക്കും. ആ രാഷ്ട്രീയം കോൺഗ്രസ് സംരക്ഷണം കൊടുത്താൽ പരിപൂർണമായി എതിർക്കും. അത് ഞങ്ങൾ കൃത്യമായി ചെയ്യുമെന്ന്. അവർക്കത് കൃത്യമായി ചെയ്യേണ്ടി വരും മാത്രമല്ല, എന്നും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം ലീഗ് അവിടെയുണ്ട് കോൺഗ്രസിനെ നയിക്കാൻ. കോൺഗ്രസ് അല്ല, വൺ വേ ട്രാഫിക്. ഇനി ചോദ്യങ്ങളുണ്ടാവും, അവർക്ക് ഉത്തരം പറയേണ്ടി വരും. നിയമസഭയ്ക്കകത്ത് തന്നെ ഉത്തരം പറയേണ്ടി വരും. നമ്മൾ ചാനൽ ചർച്ചയിൽ ചെയ്ത കാര്യങ്ങൾ ഇനിയിപ്പോൾ നിയമസഭയിലേക്കകത്തും അതിശക്തമായി ഇവരുടെ തീരുമാനങ്ങളെ നേരിടാൻ അവരുണ്ടാകുമെന്നാണ് നമുക്ക് ആ 137ക്കും തുല്യമായി നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പൊ തന്നെ ഒരു കാര്യം ഉറപ്പത്, മോദി സർക്കാരിന്റെ പദ്ധതി ഇനി പേര് മാറ്റി അഭ്യാസം കളിച്ച് വഴിതിരിച്ചു വിട്ട് ബൈപ്പാസ് ചെയ്ത് കൊണ്ടുപോയി ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് കരയാൻ പറ്റില്ല. അത് അക്കമിട്ട് എണ്ണി നിയമസഭയിൽ പറയാൻ പ്രാപ്തിയുള്ള 3 പേര് നിയമസഭയിലുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെടും എന്നുള്ളതാണ് എൻ്റെ കാഴ്ച. ഒപ്പം തന്നെ ജനങ്ങൾക്ക് ഗുണവും ഉണ്ടാവും. 3 എന്നുള്ളതിലല്ല, ആ സംഖ്യയിലല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ 3 പേർക്കും അത്രയ്ക്കധികം കാഴ്ചപ്പാടുള്ളവരാണ്. 50 വർഷത്തിന് ശേഷം എൻ്റെ കേരളം എന്താകണം, എൻ്റെ ചെറുപ്പക്കാർ എന്താവണമെന്ന് കാഴ്ചപ്പാടുള്ളവരാണ് 3 പേരും. അവരിലൂടെയാണ് ഒരുപക്ഷെ നാളെ BJPയുടെ സർക്കാരിൻ്റെ വരവിനുള്ള തുടക്കം കുറിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിരിക്കാം. അപ്പോൾ നന്ദി. തൃശ്ശൂരിൽ നിന്ന് ഓടി ഇവിടം വരെ വന്നതിനും ഇത്രയും കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചതിനും. ഈ ചർച്ച കഴിയുമ്പോൾ മുസ്ലിം ലീഗിന്റെ വർഗീയ സ്വഭാവം പുറത്തു നമ്മൾ സംസാരിച്ചതിന്, അതായിരിക്കും മതേതരത്തെ കപ്പട്ട മുഖം നമ്മൾ ചർച്ച ചെയ്തതിനൊക്കെ എത്ര അപ്പനമ്മ വിളി നമ്മൾ കേൾക്കാം. കമന്റ് ബോക്സിലുള്ള അതിന് ഉല്ലാസന അത്ര പുതുമയൊന്നും അല്ലല്ലോ, നിരന്തരം ഇന്ന് കാലത്ത് കൂടി ഞാൻ കേട്ടിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും തോൽക്കുന്ന പട്ടി എന്നാണ് ഒരാൾ എന്നെ വിളിച്ചത്. അത് കുഴപ്പമില്ല, നമുക്ക് അതിന് ഫീലിംഗ് ഒന്നുമില്ല. അപ്പൊ ശരി, സന്തോഷം.